ഷെബി എങ്ങനെ ശരിക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു ഒരു ഡ്രസ്സിംഗ് കൺസൾട്ടന്റ് എന്നുള്ള ലെവലിലേക്ക് അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിന് ഇത്ര താല്പര്യപ്പെടുന്ന ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് ഷെബി എത്തിപ്പെട്ടത്? എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? എങ്ങനെയാണ്? ചെറുപ്പം മുതൽ എനിക്ക് വസ്ത്രങ്ങളോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരാളായിരുന്നു. ബ്രാൻഡഡ് വസ്ത്രങ്ങളും അതുപോലെ ഷൂ, ചെപ്പൽസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ വന്നപ്പോൾ തന്നെ ഞാനൊരു ടൈലർ ഷോപ്പിൽ ഒരു ഹെൽപ്പറായിട്ട് ജോലിക്ക് കയറി. ഏത് വയസ്സിലാണ്, ഏത് പ്രായത്തിലാണ്? ഞാനൊരു 12ാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 8th പഠിക്കുന്ന ഒരു സമയത്താണ്. ആ സമയത്ത് ടൈലർ ഷോപ്പിൽ ഹെൽപ്പറായിട്ട് കയറി. ഹെൽപ്പറായിട്ട് കയറിയിട്ട് അയൺ ചെയ്യുക, ബട്ടൺസ് വെക്കുക, അതുപോലെ അതായത് ടൈലറിംഗിന്റെ ഏറ്റവും ബേസ് ആണ് ഈ ഹാൻഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിൽ നിന്ന് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് ഒരു ഷർട്ട് മേക്കറിലേക്ക് വന്നു. അതിൽ നിന്ന് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നു. ടൈലറിംഗിൽ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഡിസൈനറാണ്. ഒരു ഡിസൈനർക്ക് എപ്പോഴും വേണ്ടത് ഫാബ്രിക് നോളജ് ആണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഫാബ്രിക് നോളജ് ആണ്. അത് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നപ്പം തന്നെ എനിക്കത് കിട്ടിയോണ്ട് തന്നെ പിന്നെ കുറെ ആഗ്രഹങ്ങൾ കൂടി വന്നു. എനിക്ക് ഇതിൽ ഡിസൈനർ ആവണം, പിന്നെ ഒരു ബിസിനസ്സിലേക്ക് വരണം, ഇതൊരു പാഷനായി മാറി. അതിങ്ങനെ ഡ്രസ്സിനോടുള്ള ആഗ്രഹം കൂടി വന്നപ്പോ പിന്നെ കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി. 100% ഞാൻ ഇതിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ അനാവശ്യ ടെക്സ്റ്റ് പോലത്തെ മറ്റുള്ള സംഭവങ്ങളിലേക്കൊന്നും പോവാതെ തന്നെ ഇതിന്റെ 100% പാഷനേറ്റ് ആയിരുന്നു, കമ്മിറ്റ്മെന്റ് ആയി. ശരിക്കും ടൈലറിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണല്ലോ. നമ്മൾ എന്തൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പം ഈ റെഡിമെയ്ഡിനേക്കാളും കൂടുതൽ ടൈലറിംഗ് അടുത്തേക്ക് നമ്മൾ പോവുക, ഡ്രസ്സ് ക്ലോത്ത് മെറ്റീരിയൽ വാങ്ങി ഡ്രസ്സ് അടിച്ച് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ പോവുക. ഇപ്പൊ പക്ഷെ അത് ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അത്രയും റെഡിമെയ്ഡ് ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ശരിക്കും ആ ഒരു ഫീൽഡിലെ ആൾക്കാരും ഒരു അപ്ഡേഷൻസ് ഇല്ലാത്ത ഒരു പഴയ രീതിയിൽ എന്താണോ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതിലെങ്ങനെയാണ് ശരി ഒരു ഇന്നോവേഷൻ സംഗതികൾ കൊണ്ടുവന്നത്? എങ്ങനെയാണ്? അത് ആഗ്രഹം തന്നെ. കാരണം നമുക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീൽഡിലേക്ക് വന്നു. എനിക്കിതിന്റെ സാധ്യതകൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവർ ഞാൻ ഡിഫറെന്റ് ആണെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇന്നും ഞാൻ ആ ഒരു ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എത്ര നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് ഞാനത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ഒരു എന്താ പറയാ, അതിനൊരു ക്യൂരിയോസിറ്റി, എന്ത് സാധനം ചെയ്യുമ്പോഴും അടുത്തത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു.